ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് ഒക്കെ ഇട്ട് വന്ന് വീഡിയോ എടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കാത്തത് കൊണ്ടാട്ടോ ഫിൽറ്ററൊക്കെ വെച്ച് പൂവൊക്കെ വെച്ച് വന്നേക്കാന്ന് വിചാരിച്ചേ. ഇപ്പം കാര്യം അതൊന്നും അല്ല കേട്ടോ. ഞാനിപ്പോൾ പറയാൻ പോകുന്നതേ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് അങ്ങേയറ്റം നമ്മൾ ശ്രമിക്കുവേ, പക്ഷെ ശ്രമമൊക്കെ കാറ്റി പറന്നു പോകും. കാരണം നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ എന്തെങ്കിലും നിസ്സാര കാരണങ്ങൾ കൊണ്ട് അത് പോകും. എന്നാൽ യൂട്യൂബിൽ കൂടെ കണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളുമായിട്ട് പോകാമെന്ന് വിചാരിച്ച് കഴിയുമ്പോൾ കുറേ ആയി കഴിയുമ്പം അവിടെ നമ്മൾ ഫ്ലോപ്പായി പോകും. അങ്ങനെയാണ് നമ്മൾ FB തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് അതിന് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നവരുണ്ട്. നമ്മുടെ പരിധികൾക്ക് നിന്നുകൊണ്ടായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്നവർ അവിടെ നിന്ന് പറയത്തേ ഉള്ളൂ. എന്തിനാട്ടെ, നമ്മൾ നെഗറ്റീവ് നമ്മൾ ചിന്തിക്കുന്നില്ല, എല്ലാം പോസിറ്റീവ് വൈബാണ്. അങ്ങനെ വിചാരിച്ച് നമ്മളിങ്ങനെ കിടക്കാൻ നേരത്ത് ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കും, ഈശ്വര നമ്മളെന്താ രക്ഷപ്പെടാത്ത. അപ്പം നമ്മൾ ഭയങ്കര ഇതാണ് ചിന്തിച്ച് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തൊട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസം തൊട്ട് യൂട്യൂബ് ഒന്ന് സെറ്റാക്കണം, FB ഒന്ന് സെറ്റാക്കണം, എങ്ങ് കയറി വരണം എന്നൊക്കെ ചിന്തിക്കും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ കൊച്ച് പരിവാരങ്ങൾ കഞ്ഞി വെക്കൽ കറി വെക്കൽ മൊത്തത്തിൽ തീർന്ന്. പിന്നെ എങ്ങനെ 5 മിനിറ്റ് കിട്ടുമ്പോൾ നമ്മൾ കിടന്നുറങ്ങാനുള്ള ഒരു ത്വര വരും. എന്തുകൊണ്ടാണ് നമ്മൾ മാത്രമേ രക്ഷപ്പെടാതിരിക്കുന്നത്? ഈ രക്ഷപ്പെട്ടവരോടല്ല കേട്ടോ, രക്ഷപ്പെടാത്തവരോടാണ്. ശരിക്കും നമ്മളൊക്കെ രക്ഷപ്പെടുമോ എന്താ എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. നമ്മളൊന്നും ഈ ഭൂമിയിലുള്ളതായിട്ട് പുള്ളിക്കാരന് തോന്നുന്നില്ലേ? കർത്താവിനോ ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ ആർക്കും തോന്നുന്നില്ലേ? അതായത് പല പ്ലാറ്റ്ഫോമുകളും ഇതിങ്ങനെ വന്നിട്ട് നമ്മളെ നിന്ന് പോകും. ഞാൻ നോക്കിയിട്ട് എന്നെക്കാളും ഫോളോവേഴ്സും റീച്ച് കുറവുള്ളവരൊക്കെ കയറിപ്പോകുമ്പോൾ നല്ല നമുക്കൊരു കുശുമ്പല്ല കേട്ടോ, വലിയൊരു സങ്കടം. ആ സങ്കടം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ഇത് പിന്നെ രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടും, മറ്റന്നാൾ രക്ഷപ്പെടും എന്നും പറഞ്ഞ് ഐസ് കൂടിപ്പോകുന്നല്ലാണ്ട് രക്ഷപ്പെടുന്നുണ്ട് തോന്നാറില്ല കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം രക്ഷപ്പെടാത്തവരും രക്ഷപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങ് വിട്ട് കളഞ്ഞേരെ, ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി കേട്ടോ. അപ്പം ശരി.